ലിപുലേഖ് ചുരം. അപ്പോൾ ലിപുലേഖ് ചുരം ഏതൊക്കെ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് എന്ന് പഠിക്കാൻ എളുപ്പമുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കോഡ് യൂസ് ചെയ്യാം. അതായത് ലിപ്പ് ഉപയോഗിച്ചാണ് നമ്മൾ ഉത്തരം പറയുന്നതും അതുപോലെ തന്നെ ടീ കുടിക്കുന്നതും. ലിപ്പ് ഉപയോഗിച്ച് നമ്മൾ ഉത്തരം പറയുന്നതും ടീ കുടിക്കുന്നതും എന്ന് ആലോചിച്ചാൽ മതി. അതായത് ലിപ്പ് എന്ന് പറയുമ്പോൾ ഏത് ചുരമാണ്? ലിപുലേഖ് ചുരം എന്ന് ആലോചിക്കാം. അതായത് ഉത്തരം പറയുക മീൻസ് ലിപ്പ് ഉപയോഗിച്ചാണ് ഉത്തരം പറയുന്നത്. അപ്പോൾ ഉത്തരം പറയുക മീൻസ് ഉത്തരാഖണ്ഡ്. അപ്പോൾ ഉത്തരാഖണ്ഡിനെ ടീ കുടിക്കാൻ മീൻസ് ടിബറ്റ്. അപ്പോൾ ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ലിപുലേഖ് ചുരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോഡ് ഉപയോഗിച്ച് നമുക്ക് ലിപുലേഖ് ചുരത്തെ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്തൊരു ചുരമാണ് ഷിപ്കിലായ് ചുരം. അപ്പോൾ ഷിപ്കില ചുരം എന്ന് പറയുമ്പോൾ നമുക്ക് ഷിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം ഓർമ്മ വരുന്നത് ഏത് ഷിപ്പാണ്? ടൈറ്റാനിക് ആണ് അല്ലെ? മുങ്ങിപ്പോയ ടൈറ്റാനിക് ആണ് നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന ഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കി, ടൈറ്റാനിക് ഷിപ്പ് എവിടെ ഇടിച്ചാണ് മുങ്ങിപ്പോയത്? ടൈറ്റാനിക് ഒരു വലിയ ഹിമാനിയിൽ ഇടിച്ച് തകർന്ന ഒരു ഷിപ്പാണ് അല്ലെ? ടൈറ്റാനിക് വലിയൊരു ഹിമാനിയിൽ ഇടിച്ച് തകർന്ന ഷിപ്പാണ് എന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ ഇതിനകത്ത് തന്നെ എല്ലാം ഉണ്ട്. ടൈറ്റാനിക് എന്ന് പറയുമ്പോൾ ടൈറ്റാനിക് മീൻസ് ടിബറ്റും അതുപോലെ തന്നെ ഹിമാനിയിൽ ഇടിക്കുക മീൻസ് ഹിമാചൽ പ്രദേശ്. അപ്പോൾ ടിബറ്റിനെയും ഹിമാചൽ പ്രദേശിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ചുരമാണ് ഷിപ്കില ചുരം. അതായത് ടൈറ്റാനിക് ഹിമാലയത്തിൽ ഇടിച്ച് തകർന്ന ഒരു ഷിപ്പാണെന്ന് ആലോചിച്ച് വെച്ചിരുന്നാൽ മതി. ടിബറ്റ് ഹിമാചൽ പ്രദേശ് കണക്ട് ചെയ്യുന്ന ചുരമാണ്